ഒരു നല്ലയപ്പൻ്റെ ചാവരുളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 1.5 നൂറ്റാണ്ട് മുൻപ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവർ പിതാവ് മലയാളത്തിൻ്റെ കുടുംബങ്ങൾക്ക് എഴുതി നൽകിയ കുടുംബച്ചട്ടങ്ങൾ, വിശുദ്ധ ചാവർ പിതാവിൻ്റെ ദർശനങ്ങൾ ഇന്ന് ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ കാലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ചാവർ പിതാവ് നൽകിയ ഉപദേശങ്ങളെ പുനർവ്യാഖ്യാനിക്കുകയാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരലിലൂടെ. ഇന്ന് വിശുദ്ധ ചാവർ പിതാവിൻ്റെ വളരെ വിശിഷ്ടമായ ഒരു ദർശനം നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ. നല്ല ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതാണ് ചാവർ പിതാവ് ഈ ചാവരുളിൽ എപ്പോഴും പ്രസക്തമായി ഉയർത്തി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. നല്ല ബന്ധങ്ങളുള്ള കുടുംബമാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് വിശ്വസിച്ച് സമൂഹ നിർമ്മിതിക്ക് വേണ്ടി ഒരു വിശ്വാസ സമൂഹത്തെ ഒരുക്കുകയായിരുന്നു കത്തോലിക്ക കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ചട്ടം എഴുതിയുണ്ടാക്കിയതിലൂടെ ചാവർ പിതാവ് ആഗ്രഹിച്ചത്. അതിൽ അദ്ദേഹം 16ാമത്തെ ചിന്തയായി അവതരിപ്പിക്കുന്നത് സൗഹൃദത്തിൻ്റെ വിശുദ്ധിയെ പറ്റിയാണ്. ഇങ്ങനെ അദ്ദേഹം എഴുതുന്നു: നിനക്ക് സ്നേഹിതന്മാർ അധികം വേണ്ട, പിന്നെയോ 1000 പേരിൽ നിന്ന് സൂക്ഷിച്ച് ഒരുത്തനെ തിരഞ്ഞെടുക്കുക. തമ്പുരാനെ സ്നേഹിക്കാത്തവൻ സത്യമായി നിന്നെയും സ്നേഹിക്കുകയില്ല. ദാവീദും യോനാഥനും തമ്മിൽ സ്നേഹിച്ചിരുന്നു. അവർ ഒരു മനസ്സുള്ളവരായി തമ്മിൽ സത്യമായി സ്നേഹിച്ചു. ഒടുക്കം വരെയും അവർ തമ്മിൽ യഥാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. അവരുടെ ഈ സ്നേഹം അല്പകാരണങ്ങളാൽ കുറഞ്ഞു പോകാതെ ആപത്തുകളിലും ആവശ്യങ്ങളിലും വർദ്ധിച്ചു വരികയും ചെയ്തു. ഇത് ചാവർ പിതാവ് ബൈബിളിലെ പഴയ നിയമത്തിലെ ദാവീദിൻ്റെയും യോനാഥൻ്റെയും സൗഹൃദത്തെ ഉദാത്തമായി അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ മതി ദൈവവിശ്വാസിയായ നിനക്ക് സ്നേഹിതനായിട്ട് അല്ലെങ്കിൽ സ്നേഹിതയായിട്ട് എന്ന് ചാവർ പിതാവ് നമ്മെ ഉപദേശിക്കുകയാണ്. നമ്മൾ നമ്മുടെ സൗഹൃദത്തെ ഡിസൈൻ ചെയ്യുന്നത്, അലങ്കരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ആരൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്ന സുഹൃത്തുക്കൾ? ഈ സൗഹൃദം യഥാർത്ഥത്തിൽ നല്ല ബന്ധങ്ങളുടെ അടിത്തറയുള്ള കുടുംബത്തിലെ അംഗമായി വളരാൻ എന്നെ സഹായിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളിൽ ഈ ചിന്തകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പങ്കുവയ്ക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളുണ്ട്. നമുക്കിന്ന് നമ്മുടെ സദസ്സിൽ നമ്മളുമായിട്ട് ഈ ചിന്തകളിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് മിടുക്കരായ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. കുളത്തുവയൽ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം നമുക്ക് 3 വിശിഷ്ട അതിഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജീവിത മേഖലകളിൽ നിസ്തുല സേവനം അർപ്പിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളാണ്. നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ജോസ് പോൾ എടക്കളത്തൂർ CMI അച്ഛനും, ബഹുമാനപ്പെട്ട സിസ്റ്റർ പവിത്ര CMC, സിസ്റ്റർ ശാന്തി CMC എന്നിവരാണ്. ജോസച്ചൻ പാലക്കാട് ജില്ലയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നയാളാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹം അതിനു മുമ്പ് 5-8 വർഷത്തോളം ചൈൽഡ് ലൈനിൻ്റെ ചെയർപേഴ്സണായിട്ടും ജില്ലാ ചെയർപേഴ്സണായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള CMI സഭയുടെ വളരെ പ്രഗത്ഭനായ ഒരു വൈദികനാണ് അദ്ദേഹം. നിങ്ങൾ ഒരുപക്ഷെ 2 CMC സിസ്റ്റേഴ്സും CMI വൈദികനുമാണ് വേദിയിൽ നിന്നുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ചാവർ പിതാവാണ് CMI സഭയും CMC സഭയും സ്ഥാപിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം. 1831 മാന്നാനത്ത് ചാവർ പിതാവ് CMI സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. 2 പ്രഗത്ഭരായ പുണ്യപിതാക്കളോടൊപ്പം, പാലക്കൽ തോമാ മൽപ്പാൻ, പോരുക്കര തോമാ മൽപ്പാൻ എന്നീ 2 പ്രഗത്ഭരായ ആളുകളോടൊപ്പം, വിശുദ്ധാത്മാക്കളോടൊപ്പം ചാവർ പിതാവ് CMI സഭയ്ക്ക് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ 1866 പൂനമ്മാവിൽ വെച്ച് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട്, അച്ഛന്മാർക്കുള്ളതും സിസ്റ്റേഴ്സിന് ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയമായ സന്യാസ സഭകളാണ്. സിസ്റ്റേഴ്സിന് വേണ്ടി കൂനമ്മാവിൽ CMC സഭയ്ക്ക് തുടക്കം കുറിക്കുന്നു ലിയോപോൾഡ് ബൊക്കാറോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മിഷണറിയുടെ ഡെലഗേറ്റിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെ 2 സഭകളും ഇന്ന് 10,000-ഓളം മെമ്പേഴ്സ്, 2 സഭകളിലുമായിട്ട് 10,000-ഓളം ആളുകൾ
3000-ഓളം CMI വൈദികരും 6500 7000-ഓളം CMC സിസ്റ്റേഴ്സും ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വിശുദ്ധ ചാവറ പിതാവ് ആരംഭിച്ച ഈ ഒരു സഭയുടെ ശുശ്രൂഷ വ്യത്യസ്ത മേഖലകളിൽ സജീവമാക്കുന്ന 3 പേരാണ് ഇവർ. സിസ്റ്റർ പവിത്ര സിസ്റ്റർ ഇവിടെ മുക്കത്തുള്ള നമ്മുടെ CMC സഭയുടെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സേവന മേഖലയിൽ സെൻട്രൽ ജോലി ചെയ്യുകയാണ്. മനഃശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിച്ച് സാമൂഹ്യ സേവന മേഖലയിൽ ഇന്ന് ജയിൽ മിനിസ്ട്രിയും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സിസ്റ്റർ പവിത്ര. അതുപോലെ തന്നെ സിസ്റ്റർ ശാന്തിയും ഇതേ മേഖലയിൽ കുട്ടികളോടൊപ്പവും യുവജനങ്ങളോടൊപ്പവും വിധവകളോടൊപ്പവും ഒക്കെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ചാവറപ്പിതാവിൻ്റെ ദർശനങ്ങൾ പകർന്നു നൽകുന്ന വളരെ സജീവ സാന്നിധ്യങ്ങളാണ് ഇവർ രണ്ടുപേരും, സിസ്റ്റർ ശാന്തിയും സിസ്റ്റർ പവിത്രയും. നമുക്ക് നല്ലൊരു കൈയോടുകൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വിശുദ്ധ ചാവറപ്പിതാവ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ 1868 നവംബർ 13 ഇത് എഴുതിയതെന്നാണ് ചാവറപ്പിതാവ് തന്നെ ഇതിൽ പറയുന്നത്. അപ്പോൾ അന്ന് എഴുതി വെച്ച കാര്യം ഇന്ന് ഈ ഒരു കാലത്ത് നമ്മൾക്കത് എത്രമാത്രം ശക്തവും സജീവമായ ഒരു നിർദ്ദേശമായി ഈ കാലത്തോട് ചേർത്ത് വെച്ച് വായിക്കുവാൻ കഴിയുന്നു എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. ഒരുപക്ഷെ റോയി അച്ഛൻ കൊച്ചേട്ടൻ എന്ന നിലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി വർഷങ്ങൾ നീണ്ട ഇടപെടലുകളാണ് നടത്തുന്നത്. ഒരു തുടക്കം അദ്ദേഹം തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഒരു കൂട്ട് എന്തിനാണ്? അതൊരു നിമിഷത്തെ അതിജീവിക്കാൻ വേണ്ടിയാണോ, ഒരു ജീവിതത്തെ അനുഭവിക്കാൻ വേണ്ടിയാണോ എന്നത് കൗമാരപ്രായത്തിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. എന്തിനാണ് എനിക്കൊരു കൂട്ട്? അത് എൻ്റെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന സൗഹൃദം എന്ന വിശുദ്ധമായ അനുഭവത്തിൻ്റെ അടിത്തറ പണിയാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇത് എങ്ങനെയുള്ളവരായിരിക്കണം കൂടെയുള്ളത്? അതുകൊണ്ടാണ് ഇതിനു മുമ്പ് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. നിൻ്റെ കൂട്ടുകാരാരാണെന്ന് നീ പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാം എന്ന ചാവറപ്പിതാവിൻ്റെ ആ ഉപദേശത്തെ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എന്നാൽ അല്പം വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നമ്മൾ ഈ ഒരു ഉപദേശത്തെ ചർച്ചാ വിഷയമാക്കുകയാണ്. നിനക്ക് അധികം കൂട്ടുകാർ വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ന് ഫ്രണ്ട് റിക്വസ്റ്റുകളുടെ തള്ളു കാരണം നമ്മളിൽ പലരുടെയും മൊബൈൽ ഫോൺ തിങ്ങി നിൽക്കുകയാണ്, ജാമായിരിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ 5000 കഴിഞ്ഞിട്ട് പിന്നെ ഫോളോവേഴ്സാണ്. അതെ, പിന്നെ ഫോളോവേഴ്സാണ്. എന്തിനാണ് അധികം കൂട്ടുകാർ? ഇന്നത്തെ ഒരു ട്രെൻഡ് കൂടുതൽ കൂട്ടുകാരുണ്ട് എന്ന് പറയുന്നതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ട് വ്യക്തിപരമായ സുഹൃത്തുക്കൾ, ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കൾ അവർ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആർക്കും അറിയത്തില്ല ആരോടാണ് ഇൻറ്റിമസി എന്ന്. എന്നോട് ഇൻറ്റിമസി ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാൾക്ക് തന്നെ എന്നേക്കാൾ ഇൻറ്റിമസി മറ്റൊരാളോടുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ടീനേജ് ഒരു പിയർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സിൽ പെട്ട് കിടക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും നിരവധി കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ ബന്ധങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ഒരു അനുഭവം പ്രണയമാണ്. പ്രണയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുമാരന്മാരുടെ മുഖമൊക്കെ ഒന്ന് വിടർന്നു. തീർച്ചയായും കുമാരിമാരുടെയും വിടർന്നു. അതെ. അപ്പോൾ അത് നമ്മുടെ പ്രായത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം തന്നെയാണ്. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള ഒരു അനുഭവമായിരുന്നുവെങ്കിൽ ഇന്ന് തനിച്ചിരുന്ന് ആരുമായും അടുത്തിടപഴകാൻ സഹായിക്കുന്ന നവമാധ്യമ സംസ്കാരത്തിൽ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ സ്കൈപ്പിലൂടെയോ ഇമോയിലൂടെയോ ഒക്കെ നേരിട്ട് ഓരോരുത്തരുമായും തനിച്ച് സംസാരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ ഒരു പ്രണയ സങ്കല്പത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ഒരേപോലെ ഇടപഴകുന്ന നിരവധി യുവജനങ്ങളെ നേരിട്ട് കാണാനും അതിൻ്റെ ചതിയിലും കെണിയിലും പെട്ടിട്ട് കയറി വരാൻ കിടന്ന് പെടാപ്പാട് പെടുന്ന നിരവധി പേരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുമുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നിനക്ക് അധികം സുഹൃത്തുക്കൾ വേണ്ട എന്ന ചാവറപ്പിതാവിൻ്റെ 150 വർഷം മുമ്പുള്ള ഉപദേശത്തിന് ഒരുപക്ഷെ സുദീർഘമായ ആ ഒരു ദാർശനിക വൈഭവം കൊണ്ട്
അദ്ദേഹം 150 വർഷത്തിന് ശേഷമുള്ള ഇന്നത്തെ തലമുറയെ നടക്കാൻ പഠിപ്പിക്കുന്ന നേർരേഖകൾ ചമച്ച അക്ഷരങ്ങളാണ് ഇത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഒന്നിൽ കൂടുതലല്ല, കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവണം, ഓക്കെ. പക്ഷേ ചാവറപ്പിതാവ് പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ മതി നിനക്ക്. എങ്കിൽ മാത്രമേ നിൻ്റെ ഈ ഒരു നിമിഷം, ഞാൻ ആദ്യം ചോദ്യം എൻ്റെ മക്കളുടെ മനസ്സിൽ നിന്ന് മായേണ്ട, ഈ കൂട്ട് എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ തരണം ചെയ്യാനല്ല, ഒരു ജീവിതത്തെ രൂപപ്പെടുത്താനാണ് എങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ കൂട്ട് നിനക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല. നീ സ്നേഹിക്കുന്ന ദൈവത്തെ, അതാണ്, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ. ഇവിടെ ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ കത്തോലിക്ക മതധാരയിലൂടെ ക്രൈസ്തവ വിശ്വാസ വഴിയിൽ ജീവിതം തുടരുന്നവരാണ്. നിങ്ങൾ കൗമാരപ്രായത്തിലൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളുമാണ്, മക്കളാണ്. നല്ല സൗഹൃദം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ്. എല്ലാ മതസ്ഥരായിട്ടുള്ള നല്ല മക്കളും നമ്മുടെ കൂട്ടുകാർ ധാരാളം പേരുണ്ട്, ധാരാളം പേര്. അങ്ങനെ തന്നെ വേണം താനും, അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ദീപിക ബാലസഖ്യത്തിൻ്റെ മുദ്രാവാക്യം തന്നെ നാം ഒരു കുടുംബം തന്നെയാണ്. എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളായിട്ട് കഴിയുന്ന ഒരു സങ്കല്പമാണ് ദീപിക മുന്നോട്ട് വയ്ക്കുന്ന ഈ ബാലസംഘടനയുടെ സങ്കല്പം. അത് ഒരു സമൂഹ രൂപീകരണത്തിൻ്റെ, രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ദർശനമാണ്. ഇവിടെ ചാവറയച്ചൻ പറയുന്നത് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായി വേണ്ടത് കുടുംബ രൂപീകരണമാണ് എന്നും അതിന് ഓരോ വ്യക്തിയും സ്വന്തം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധങ്ങളുടെ ശൃംഖലയിൽ ഉറച്ചുകൊണ്ട് വേണം ഈ ജീവിതം തുടങ്ങാൻ എന്നുമാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ, അവർ ആരായിരിക്കണം, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മനസ്സിനെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ചിന്തകൾ പങ്കുവയ്ക്കാം. നല്ല സ്നേഹിതന്മാർ അധികം വേണ്ട. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ചാവറയച്ചൻ്റെ ആ ഒരു ഉപദേശം യുവതലമുറയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നീ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അച്ഛൻ പറഞ്ഞ പോലെ ഈ ദൈവവിശ്വാസമുള്ളൊരു കൂട്ടുകാരൻ വേണം. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവാം, അതിൽ ചിലവർ മാത്രമേ ഉള്ളൂ എന്താ പറയുക നല്ലതായിട്ട് പെരുമാറത്തുള്ളൂ. ചിലർ എന്താ പറയുക, ചിലർ നല്ല ചിലർ കുറച്ച് മോശമായിട്ട് പെരുമാറും, കുറച്ച് ദേഷ്യത്തോടെ പെരുമാറും. പക്ഷെ ചിലരെന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല നല്ല പക്വതയോടെ നല്ല പക്വതയോടെ പെരുമാറുന്നത്. അവരെങ്ങനത്തെ വീട്ടിൽ നിന്നാണ് വന്നേ, ദൈവികമായി വളർന്നോ ഇല്ല, വളരുന്നവരാണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 3 ഫ്രണ്ട്സേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ലെന്നല്ല, ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ എന്നോട് നല്ലതായിട്ട് പെരുമാറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, നല്ലതായിട്ട് സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ഇവരോടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പം നൂറുകണക്കിന് അനുഭവങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് അതിഥികളായിട്ട് വന്നിരിക്കുന്ന പ്രിയമുള്ള ജോസച്ചനും പവിത്ര സിസ്റ്ററിനും ശാന്തിസിനും ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെ പ്രണയം നടിച്ചും പ്രണയം അഭിനയിച്ചും ചതിയിൽപ്പെട്ടു പോയിട്ടുള്ള കുട്ടികൾ, അതിൻ്റെ പേരിൽ ദുരന്തമനുഭവിക്കുന്ന കുടുംബങ്ങൾ, ഇപ്പോഴും അതിൻ്റെ ദുരന്ത സ്മരണകളുമായി നടക്കുന്ന ഒട്ടനവധി ജീവിതങ്ങൾ. ജോസച്ച, അങ്ങയുടെ ഒരു അനുഭവം എന്താണ് ഈ ഒരു വിഷയത്തിൽ? 150 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞു വെച്ച ഈ ആശയം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം അന്ന് കാലത്ത് ചുരുങ്ങിയ സ്നേഹിതത്വം മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ, അതിൻ്റെ വെളിച്ചത്തിൽ കാലഘട്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ കാലത്ത് കൂടെ അർത്ഥപൂർണ്ണമാകത്തക്ക രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ സാധിച്ച ചാവറയച്ചൻ്റെ വിശുദ്ധിയെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സ്നേഹിതത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഇന്നത്തെ തലമുറ മുഴുവനും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദീർഘകാലത്തെ ചൈൽഡ് ലൈൻ ഡയറക്ടർ എന്ന രീതിയിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന രീതിയിലും അതുപോലെ തന്നെ സഭയിൽ കുറേ കാലം പരിശീലകനായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ വെളിച്ചത്തിലുള്ള എൻ്റെ അനുഭവം. നിങ്ങൾ പറയും നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ശരിയല്ലേ? എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലല്ലോ, അല്ല.
കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞോട് യോജിക്കുന്നു. കുറേ സ്നേഹിതന്മാരുണ്ട്, അതിങ്ങനെ എല്ലാവരെയും നമ്മൾ സ്നേഹിച്ചു പോകുന്നു. ആരും നമ്മൾ ശത്രുക്കളല്ല. നേരെ മറിച്ച് ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും പങ്കുവയ്ക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഈ ബെസ്റ്റ് ഫ്രണ്ട് വിശുദ്ധ ചാവറേച്ചൻ പറഞ്ഞതുപോലെ ദൈവവിശ്വാസമുള്ള വ്യക്തിയാണോ, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്ന വ്യക്തിയാണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. ഞങ്ങളുടെ അടുത്തേക്ക് ചില കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? കൂട്ടുകാരി പറഞ്ഞു, മൊബൈൽ മോഷ്ടിക്കാൻ പറഞ്ഞു. കാരണം കൂട്ടുകാരിക്ക് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കണം. അതിന് കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ട് സഹായം വേണം. എന്താ സഹായം? മൊബൈൽ വേണം. അതാണോ ബെസ്റ്റ് ഫ്രണ്ട്? അതാണോ? അല്ല. ദൈവവിശ്വാസമുള്ളൊരു വ്യക്തി ഏറ്റവും നല്ല കാര്യത്തിന് മാത്രമേ കൂട്ടി നിൽക്കുകയുള്ളൂ. ഇനി തെറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ വ്യക്തി, ഈ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരിയെ തിരുത്തും. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പരിചയക്കുറവാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഞാനൊരാളുമായിട്ട് വളരെ അടുപ്പത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പറഞ്ഞ എന്തും ഞാൻ ചെയ്തു കൊടുക്കണം. കാമുകൻ പറഞ്ഞു കേട്ടിട്ട് വീട്ടിൽ നിന്ന് മോതിരവും അമ്മയുടെ കമ്മലും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊടുത്ത കുട്ടികളെ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹിതത്വം എന്താണെന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ തിരിച്ചെടുക്കാനായിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു ഇൻഫാക്ച്വേഷൻ്റെ മൂഡിൽ ഒരു ഭ്രമം വന്ന് ഒരു പ്രണയം ഒരു ഭ്രമമായിട്ട് മാറി മുഴുവൻ കാമുകൻ ചോദിക്കുന്ന ആളുകൾക്ക് സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു അന്ധമായ ഒരു അന്ധത അവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു കാഴ്ചയിലേക്ക് പോകുന്നത് എത്തരത്തിലുള്ള കുടുംബങ്ങളായിരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ കുടുംബങ്ങൾ സന്ദർശിക്കുന്ന ആളുകളാണ്. ഒത്തിരിയേറെ കുടുംബങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മകളുണ്ടാവും. എങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ആരെയെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം അന്ധമായിട്ട് അനുകരിച്ചു പോകുന്നത്? ഒരുപാട് കുട്ടികളുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ആഴമില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ കുറവുള്ള കുടുംബങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ ഒക്കെയാണ് ഈ മേഖലയിൽ കൂടുതൽ വീണു പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇന്നലെ വരെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടന്ന് ജീവനായിട്ട് കണ്ടിരുന്ന കുട്ടികൾ ഒരു 10-12 ക്ലാസ്സുകൾ എത്തുമ്പോഴേക്കും 1-2 ആഴ്ചത്തെ ബന്ധം കൊണ്ട് ആ കുട്ടികളുടെ പിന്നാലെ ഈ പ്രണയം അല്ലെങ്കിൽ നിന്നെ എനിക്കിഷ്ടമാണ് എന്നൊരൊറ്റ വചനത്തിൻ്റെ മുൻപിൽ എല്ലാം മറന്നുകൊണ്ട് ഒരുപക്ഷെ വ്യക്തമായൊരു ദർശനമോ കാഴ്ചപ്പാടോ ജീവിതത്തെക്കുറിച്ച് ഇല്ല എന്ന മാതിരി അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ മുൻപിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമായിട്ട് കരുതുന്ന വിശുദ്ധി പോലും സമർപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും സങ്കടത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ചവറപ്പിതാവ് പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ആഴപ്പെട്ടാൽ മാത്രമേ ഈ സ്നേഹവും ഇഷ്ടവും കാമവും പ്രണയവും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം ബോധ്യപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. സിസ്റ്റർ ശാന്തി സിസ്റ്ററിന് എന്ത് തോന്നുന്നു? ഒത്തിരിയേറെ മനഃശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യും, നൂറുകണക്കിന് കുടുംബങ്ങളെയും യുവതീ യുവാക്കളെയും ഒക്കെ പല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം പ്രണയം, സ്നേഹം, അതിലൊന്നും ഒരു ഡീപ്പായിട്ടുള്ള ഒരു അനുഭവമോ അതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ ചിന്തിച്ചിട്ടോ അല്ല ഇവർ ഇന്നത്തെ തലമുറ ഇങ്ങനെ അതിലേക്ക് എടുത്തു ചാടുന്നത്. ചാവറേച്ചൻ പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് എത്താൻ എൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുമോ ഈ ബന്ധം, ഈ വ്യക്തി എന്നെ ആത്യന്തികമായി ഈ വ്യക്തി എൻ്റെ നന്മയാണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊന്നും ഒരാഴമായ ചിന്തിക്കാതെ ഒരു ഒരുക്കവുമില്ലാതെ ഒരു ഉപരിപ്ലവമായ ബന്ധങ്ങളിലാണ് ഇന്ന് കുട്ടികൾ പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അനേകം കുട്ടികളോട് സംസാരിക്കുമ്പോൾ സ്നേഹിതരില്ലാത്തതിൻ്റെ വിഷമം, അവർക്കൊക്കെ ഒരു ഫ്രണ്ടുണ്ട്, എനിക്കില്ല. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഇത് എന്തിനാണെന്നോ അങ്ങനെയുള്ള ഒരു ആഴമായ ബോധ്യം ഇല്ല. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു.
അപ്പന് 32 വയസ്സേ ഉള്ളൂ, അമ്മയ്ക്ക് 26 വയസ്സേ ഉള്ളൂ. കുമളി ഭാഗത്ത് ജീവിക്കുന്നൊരു കുടുംബമാണ്. 6 മക്കളുണ്ട്. 2ാം ക്ലാസ്സിലാണ് മൂത്ത കൊച്ച് പഠിക്കുന്നത്. ആ കൊച്ചാണ് ഏറ്റവും താഴ്ന്ന കൊച്ചിനെ, ഏറ്റവും ഇളയ കൊച്ചിനെ ഒരുക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമെന്ത്, എന്തിനെ സ്നേഹിക്കണം, നീ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം പങ്കുവയ്പ്പിലൂടെ മനസ്സിൽ അടിയുറയ്ക്കുന്ന ഒരു അനുഭവം ഇന്നത്തെ വർത്തമാനകാലത്തിലെ മക്കൾക്ക് വളരെ വളരെ കുറവാണ്. പവിത്ര സിസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരു പോയിൻ്റുണ്ട്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുകയും അവരുടെ എല്ലാ ശാഠ്യങ്ങളും അംഗീകരിച്ച് അവർ പറയുന്നത് അതേപടി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള മാതാപിതാക്കളാണ് ഏറ്റവും വേഗം കബളിപ്പിക്കപ്പെടുന്നത്. ഒരു സംശയം വേണ്ട. കാരണം എല്ലാം സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ചെയ്തു തരുന്നില്ല നിങ്ങളുടെ പപ്പ എങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് എതിര് പറയുന്നു മമ്മിയെങ്കിൽ, അമ്മ എതിര് പറയുകയാണ് എന്ന് പറയുമ്പോൾ ആ ആവശ്യം ആര് സാധിച്ചു തരുന്നു? അതൊരു പക്ഷേ ഇന്ന് രാവിലെ വഴിയിൽ വെച്ച് കണ്ടവനാവാം, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ട് ചിരിച്ചവനാവാം. അമ്മയോട് ഞാൻ ചോദിച്ച ഒരാവശ്യം ആര് സാധിച്ചു തരുന്നു, അവന് അമ്മയ്ക്ക് എന്നേക്കാൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമുണ്ട് എന്ന് ചിന്തിക്കുന്നതിലാണ് ഇന്നത്തെ പല കുട്ടികളുടെയും ഒരു സംതൃപ്തി. അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതിനകത്തൊരു നാണമില്ലാത്ത, ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആത്മബന്ധത്തിലേക്ക് പല കുഞ്ഞുങ്ങളും വഴുതി പോകുന്നത്. ഈ മക്കൾ, ഞാൻ മുമ്പേ പറഞ്ഞ കുടുംബത്തിലെ അനുഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായ ഞങ്ങളുടെയൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ 7 സഹോദരങ്ങളുണ്ട്. 8 പേരുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. 8, 7. അപ്പോൾ ഇത് എല്ലാം 8, 7 സഹോദരങ്ങളുടെ ആ ഒരു സമൃദ്ധി. അവിടെ പിന്നെ സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ താഴെയുള്ള, അപ്പം ഞാൻ എൻ്റെ ഇരട്ട സഹോദരനായ റോബി അച്ഛനെ ഞാൻ ചെറുപ്പത്തിൽ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ അവന് വിഷമാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്നേഹിക്കുന്നു, അല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ സഹോദരങ്ങൾ തമ്മിലൊരു വീട്ടിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പരസ്പരം ജീവിക്കാനുള്ള കൊതി ഉൽപ്പാദിപ്പിക്കലാണ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പം ഇന്ന് പല വീടുകളിലും മക്കൾ വളരെ കുറവാണ്. 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. നിങ്ങളുടെ വീടുകളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ 4 കുട്ടികളിൽ കൂടുതൽ, 4 മക്കളിൽ കൂടുതൽ വീട്ടിലുള്ള എത്ര പേരുണ്ട്? മക്കൾ 4 പേരിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? 4 പേരുള്ളവരുണ്ടോ ചോദിക്കൂ. ആരുമില്ല. അല്ല, 3 പേരുണ്ടോ? മക്കൾ 3 സഹോദരങ്ങളുള്ളവരാണ്. ഓക്കെ, അപ്പോൾ 4 പേരുള്ള ആരുമില്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഇന്നത്തെ തലമുറയുടെ ഒരു പരിച്ഛേദമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ എന്ന് പറയുമ്പോൾ 3 പേരുണ്ട്. ചിലയിടത്ത് 2 പേരാണുള്ളത്, ചിലയിടത്ത് ഒരാളേ ഉള്ളൂ. ഈ ഒരാളുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാൾ മാത്രം ഇല്ല, ആരുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളുടെ സംഖ്യ കുറയുന്നതോടുകൂടി മാതാപിതാക്കൾക്ക് പിന്നെ ഞങ്ങൾ 8 മക്കളെ സ്നേഹിച്ച സ്പേസ്, 7 മക്കളെ സ്നേഹിച്ച സ്പേസ്, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ കണ്ടു 16 മക്കളുള്ള കുടുംബത്തിലെ ഒരു അമ്മ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, അതും ഈ കൂരാച്ചുണ്ട് ഭാഗം തന്നെ. അപ്പോൾ 16 മക്കളെ വളർത്തുന്ന അമ്മയും 1 കുഞ്ഞിനെ വളർത്തുന്ന അമ്മയ്ക്കും സ്നേഹം കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടല്ലോ, അതൊന്നു തന്നെയാണ്. ഒരേ അളവിലുള്ള സ്നേഹം തന്നെയാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1 കുഞ്ഞിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുമ്പോഴേക്കും ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ ദഹിക്കാതെ വരുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമുള്ള എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് കൂടുതൽ അങ്ങോട്ട് രുചിക്കും. അതുകൊണ്ടാണ് പവിത്ര സിസ്റ്റർ പറഞ്ഞ ആ ഒരു ഉദാഹരണത്തെ ഞാൻ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും കൊടുത്തതല്ലേ ഞാൻ, എന്നിട്ട് എന്തിനെന്നോട് ഈ ചതി ചെയ്തു എന്ന് മാതാപിതാക്കൾ ചോദിക്കുകയാണ്. 1 കോടി രൂപ കുഞ്ഞിന് സ്ത്രീധനം കൊടുക്കാൻ വെച്ചിരുന്ന ഒരപ്പൻ കൊച്ചിനെ IT സ്പെഷ്യലിസ്റ്റ് ആക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു തമിഴ്നാടുകാരനുമായി പ്രണയത്തിലായി രജിസ്റ്റർ മാരേജ് ചെയ്ത് അപ്പനോട് 1 കോടിക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ വക്കീലിനെ വിടുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കും. ഒറ്റപുത്രി. നമ്മുടെ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം ഞാൻ പറയുകയാണ്. ഇത് ഒരു സംഭവമല്ല, ഇത് പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 1 കുഞ്ഞിന് വേണ്ടി മുഴുവൻ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ഉള്ള മക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, മക്കൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് പല മാതാപിതാക്കളും. അതുകൊണ്ടാണ് അവർക്ക് ആ സ്നേഹം നിലനിൽക്കാത്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം
പുതിയൊരു സ്നേഹം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ആര് കൊടുക്കുന്നോ അവരുടെ പുറകെ മക്കൾ അതാണ് വലിയ സ്നേഹമെന്ന് വിചാരിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അച്ഛനെന്ത് തോന്നുന്നു അത്തരത്തിൽ? ഇത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അച്ഛൻ പറഞ്ഞ ആശയം തന്നെ. നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചും തന്നിട്ടുണ്ടാകും. പ്രായമായിട്ട് വരുന്തോറും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടും. അപ്പോൾ അതൊന്നും തരാൻ പറ്റില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഭാരതമാത സ്കൂളായിരുന്നപ്പോൾ +1 പഠിക്കാവുന്ന ഒരു ചെറുക്കൻ, അവൻ കാലൊടിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തു. 10th പരീക്ഷ എഴുതാനായിട്ട് അവൻ്റെ അച്ഛനോട് ആവശ്യപ്പെട്ടത് ഒരു ഹീറോ ഹോണ്ട ബൈക്കാണ്. പരീക്ഷ ജയിച്ചാൽ പരീക്ഷ എഴുതാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ എഴുതുള്ളൂ. 10th പഠിക്കുന്നുള്ളൂ, ലൈസൻസ് ആയിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. വാങ്ങിച്ചു കൊടുത്തു. +1 ചേരാൻ സമയമായപ്പോൾ അവൻ ചോദിച്ചത് കരിഷ്മ ബൈക്കാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കരിഷ്മ ബൈക്ക് കാണുന്നത് അന്നാണ്. അവൻ അതുകൊണ്ട് സ്കൂളിലേക്ക് വന്നു. ആദ്യത്തെ ദിവസം ഫുട്ബോൾ കളിച്ച് കാലൊടിഞ്ഞ് 6 മാസത്തേക്ക് ബൈക്ക് തൊടാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ അച്ഛൻ അവന് കൊണ്ടുവന്നിരുന്നത് ബെൻസ് കാറിലാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേകമായിട്ടൊരു താല്പര്യം തോന്നി. എന്താണ് ഈ സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഡിമാൻഡുകൾ ഈ മകൻ ആവശ്യപ്പെട്ടതായിട്ട് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇനി +1 പരീക്ഷ എഴുതാനായിട്ട് ഒരു ബെൻസ് കാറ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂ. അപ്പോഴാണ് അച്ഛൻ്റെ കണ്ണ് തള്ളുന്നത്. സംഭവം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസ് ചോദിച്ചിന്ന് കൊടുത്തില്ലെങ്കിൽ ആ അച്ഛനും അമ്മയും മോശക്കാരായി, ശത്രുക്കളായി. ഇനി ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആര് തയ്യാറാകുന്നുവോ അവരുടെ കൂടെ പ്രണയിക്കുന്നു. 7 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. 7 പഠിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം കാണാനില്ല. ഞാൻ ചുരുക്കി പറയാണ്, അമ്മ നോക്കിയപ്പോൾ യൂണിഫോം ഒന്നും ഇല്ലാതെ ഇവള് ഒരു സഞ്ചി പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. അമ്മ ഓടിച്ച് ചെല്ലുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയി. പോലീസിൽ അറിയിച്ചു. അതിന് പോലീസ് കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്നെ അവരവിടേക്ക് വിളിച്ചു, ചൈൽഡ് ലൈനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, എന്തിനാ എന്നെ വീട്ടിലേക്ക് വിളിച്ചു പോകണത്? നിങ്ങളൊന്നും എന്നെ സ്നേഹിച്ചിട്ടില്ല. അച്ഛനമ്മയും അറിയാണ്ട് റോട്ടിൽ നിന്നിട്ട്. എന്നെ ആദ്യമായിട്ട് സ്നേഹിച്ചത് ഈ ഏട്ടനാണെന്ന്. വർക്ക്ഷോപ്പിൽ വണ്ടി തുടക്കുന്ന ഏട്ടനാണ്. 24 വയസ്സുള്ള ഏട്ടൻ, 7 പഠിക്കുന്ന പെൺകുട്ടി. ഇനി വീട്ടിലേക്ക് ഞാൻ വരണമെങ്കിൽ ഏട്ടൻ എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പൊക്കെ എനിക്ക് ഫോൺ തരണം പറ്റുമോ? എപ്പോഴൊക്കെ എനിക്ക് ഏട്ടനെ വിളിക്കാൻ തോന്നുവോ അപ്പൊക്കെ എനിക്ക് വിളിക്കാൻ സമ്മതം തരുമോ? കാണാൻ തോന്നുന്നു കാണിച്ചു തരുമോ? നിങ്ങളൊന്നും സ്നേഹിച്ചിട്ടില്ല. ഇതാണ് അച്ഛനും സിസ്റ്ററും പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ചെറുപ്പത്തിലെ തൊട്ട് പാരൻസ് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ പാരൻസിനും ക്ലാസ് റൂമിൽ പറയാറുണ്ട്, ആവശ്യമുള്ളത് കൊടുക്കണം, എന്നാൽ ആവശ്യപ്പെടുന്നത് എല്ലാം കൊടുക്കരുത്. അതായത് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് പഠിക്കുന്നത്, നിങ്ങളുടെ കാലത്ത് പോകണമെന്ന് എനിക്കറിയില്ല, ഇക്കണോമിക്സിലൊരു തിയറി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അച്ഛനത് പഠിപ്പിച്ചിട്ടുണ്ടാവാം. ഡിമാൻഡ് സപ്ലൈ തിയറിയാണ്. ഞങ്ങൾ +2-നാണ് ഞങ്ങളത് പഠിച്ചത്. അന്ന് +2 നിങ്ങൾ പഠിക്കണം. ഡിമാൻഡ് സപ്ലൈ തിയറി എന്ന് പറഞ്ഞൊരു പഠിക്കുന്നുണ്ടോ? വെൻ സപ്ലൈ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്? ഡിമാൻഡ് ഡിക്രീസസ്. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സപ്ലൈ കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയും എന്നുള്ള ഒരു സാധാരണ ലോകത്തിൻ്റെ നിയമമാണ് പണ്ട് ഇക്കണോമിക്സിൽ നമ്മൾ പഠിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അടുത്ത് സമയം കണ്ടെത്തി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കും. പണ്ട് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാനായിട്ട് ആരും വരെ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഓരോ പരസ്യ കമ്പനികളും ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇപ്പോഴും അഭ്യസ്ത വിദ്യരായ പല മാതാപിതാക്കളും തെറ്റിദ്ധരിച്ചു പോകുന്നു. ഇപ്പോൾ സാമ്പത്തിക മേഖല ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഒരു ആന്തരിക കരുത്ത് നഷ്ടപ്പെടുന്നു എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നു. മാതാപിതാക്കളുടെ കണ്ണീര് വീഴ്ത്തുന്ന കുട്ടി ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പോലെ ആയിരിക്കും. ചാവറപിതാവ് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ ആരോട് കൂട്ടുകൂടുന്നുവെന്നും അവർ എന്ത് പഠിക്കുന്നുവെന്നും എന്ത് വായിക്കുന്നുവെന്നും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം.